അതാണ് കുട്ടിക്കാലത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള വിഷു ദിനത്തിൽ ഉള്ള വിഷു കൈനീട്ടം എന്ന് പറയുന്ന ചടങ്ങ്. അതിശക്തമായ പ്രാധാന്യമുണ്ടെന്നാണ് അച്ഛനും അമ്മയും പറഞ്ഞിരിക്കുന്നത്. കാരണം വെച്ചാൽ ആ സമയത്ത് ലഭിക്കുന്ന നാമജപങ്ങൾക്ക് വളരെ കേമത്വമുണ്ട്, ഗംഭീരമാണെന്ന് പറയുന്നത്. ഇത് ഭഗവാൻ ഡയറക്റ്റായിട്ട്, അതായത് തൊട്ടടുത്തിരുന്ന് ഭഗവാൻ കേൾക്കുന്നു, ആ സങ്കല്പം കൂടി ഉണ്ട് അന്നത്തെ ദിവസം. നമസ്കാരം. ജ്യോതിഷ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. വഴിനീളെ പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കൊന്ന പൂക്കൾ വിഷുവിൻ്റെ വരവറിയിക്കുകയാണ്. കാലം എത്രയൊക്കെ കടന്നുപോയാലും ഗൃഹാതുരത്വം നിറഞ്ഞ ചില ഓർമ്മകൾ വിഷുവുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകും. അത്തരം വിഷു ഓർമ്മകളും കൈപ്പകശ്ശേരിയിലെ വിഷുവിനെക്കുറിച്ചും നമ്മോടെല്ലാം സംസാരിക്കാൻ, വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ കൈപ്പകശ്ശേരി ഗോവിന്ദൻ നമ്പൂതിരി ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പമുണ്ട്. തിരുമേനി നമസ്കാരം. നമസ്കാരം. വിഷുവുമായി ബന്ധപ്പെട്ട നിരവധി ഓർമ്മകൾ, ബാല്യകാലത്തിലേതടക്കം കൈപ്പകശ്ശേരിയിലെ ഓർമ്മകൾ തിരുമേനിക്കുണ്ടാവും. അത്തരം മധുരതരങ്ങളായ ഓർമ്മകൾ ഞങ്ങളോട്, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാമോ? ഈ കൈപ്പകശ്ശേരിയിൽ വിഷുവിന് പ്രത്യേക പ്രാധാന്യം തന്നെ ഉണ്ട്. അതെന്താ കാരണം എന്ന് വെച്ചാൽ, കൈപ്പകശ്ശേരിയിൽ തന്നെ സ്വന്തമായി ഞങ്ങളുടെ കുടുംബവക ക്ഷേത്രമായ ഒരു സന്താനഗോപാലമൂർത്തി കൃഷ്ണനുണ്ട്. അത് സന്തതി പരമ്പരയുടെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങളുടെ കുടുംബത്തുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ കാവുമുണ്ട്, വേറെ ഭഗവതി ക്ഷേത്രമുണ്ട്, എങ്കിലും കൃഷ്ണനുള്ളത് കൊണ്ട് തന്നെ വിഷു ഞങ്ങൾക്ക് വളരെ പ്രാധാന്യമാണ്. പിന്നെ കുട്ടിക്കാലത്തെ വിഷു അന്ന് ആധ്യാത്മികമായ അറിവിനേക്കാൾ കൂടുതൽ അന്ന് കിട്ടുന്ന 10 രൂപ എന്ന് പറഞ്ഞാൽ അന്ന് വലിയ സംഭവമായിരുന്നു. അതൊരു വലിയ സംഭവം തന്നെ. കാരണം വെച്ചാൽ നമുക്ക് ഈ മറ്റേതൊക്കെ അച്ഛൻ അറിഞ്ഞു തരുന്ന ഒരു 10 രൂപയാണ് വിഷുവിന് കിട്ടണത്. അപ്പോൾ ആ പൈസ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികളെല്ലാം അന്ന് പൈസ തരുമ്പോൾ അത് വലിയൊരു സന്തോഷമുള്ള ദിവസമായിരുന്നു കുട്ടിക്കാലത്ത്. കാരണം കുട്ടിക്കാലത്ത് നമുക്ക് ആധ്യാത്മികതയേക്കാൾ കൂടുതൽ ആ കിട്ടുന്ന പൈസയോടുള്ള ഒരു സന്തോഷമുണ്ടല്ലോ, അന്ന് വേറെ മാർഗമൊന്നും ഇല്ലാത്ത കാരണം. അതൊരു രസകരമായ കാലഘട്ടമായിരുന്നു കുട്ടിക്കാലത്ത്. പക്ഷേ അന്ന് തൊട്ട് നിഷ്കർഷയോടുകൂടി എൻ്റെ അച്ഛനും അമ്മയും, എൻ്റെ എക്സ്പെഷ്യലി പറഞ്ഞ അമ്മ ദേവകീന്ദ്രജനം, അമ്മ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ചിട്ടയോടുകൂടിയാണ് കുട്ടിക്കാലം തൊട്ട് ഞങ്ങളെ വളർത്തി വന്നത്. ഞങ്ങൾ 3 കുട്ടികളാണ്, ഞങ്ങൾ 3 പേരെ വളർത്തി വന്നത്. അന്ന് തൊട്ട് ഈ എന്താ പറയണ, രാവിലെയൊക്കെ അന്ന് സ്കൂളിൽ പോകുന്ന സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് വിശക്കുന്ന കാലഘട്ടം. പക്ഷേ ഈ കണി കണ്ട് 4:30 4:45 ആകുമ്പോഴാണ് അന്ന് കണി കാണുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് അതിൻ്റെ മുമ്പിരുന്ന് നാമം ജപിപ്പിക്കും. അമ്മയും ജപിക്കും, ഞങ്ങളും ജപിപ്പിക്കും. പക്ഷെ അന്ന് ഈ പറയണ പോലെ നാരായണീയമോ അല്ലെങ്കിൽ ഭാഗവതമോ വിഷ്ണു സഹസ്രനാമോ ഒന്നും പതിവില്ല. കാരണം അത്രയ്ക്കുള്ളൊരു അറിവൊന്നും കുട്ടിക്കാലത്തില്ലാത്തതുകൊണ്ട് നാരായണനാമം ഹരേ രാമയാണ് കൂടുതൽ ജപിക്കുന്നത്. അത് കുറച്ചു നേരം നാമമൊക്കെ ജപിച്ചിട്ട് കുളി കഴിഞ്ഞ് സന്ധ്യാവന്ദനമൊക്കെ കഴിഞ്ഞ് വന്നാലും ഈ അന്ന് കാപ്പിയൊന്നും കിട്ടത്തില്ല, കൃഷ്ണനെ തൊഴാൻ പോകണം. കൃഷ്ണയൊക്കെ തൊഴുത് കൃഷ്ണൻ്റെ അമ്പലത്തിലും പോയി അവിടെ പോയി തൊഴുത് നാമമൊക്കെ ജപിച്ച് ഭഗവാനെയൊക്കെ കണ്ട് ഭഗവാന്റെ പ്രസാദമൊക്കെ വാങ്ങിച്ച് തിരിച്ചു വന്നിട്ടാണ് നമുക്ക് കാപ്പി പോലും അന്ന് തരുള്ളൂ. അതാണ് കുട്ടിക്കാലം. അപ്പം അന്ന് ഈ കാപ്പി കഴിക്കാൻ പറ്റാത്തൊരു സങ്കടം ഉണ്ടെങ്കിലും നാമജപത്തിൽ അന്നും കുറവ് വരാറില്ല. ഒരു പരിധി വരെ എൻ്റെ ഗുരുനാഥനും അല്ലെങ്കിൽ ഗുരുനാഥർന്ന് ആദ്യം ആധ്യാത്മിക ഗുരുനാഥന്മാരെന്ന് പറയുന്നത് എൻ്റെ മാതാപിതാക്കളാണ്. അവർ എനിക്ക് പറഞ്ഞ് അല്ലെങ്കിൽ ഞങ്ങൾ കുട്ടികൾക്ക് പകർന്നു തന്ന, ശരിക്കും പറഞ്ഞ ആ ഒരു ആധ്യാത്മിക ചിട്ട, അല്ലെങ്കിൽ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാമൊഴി എന്ന് പറയും. നമ്മൾ അറിഞ്ഞു വെച്ച കാര്യം പരമ്പരയ്ക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അങ്ങനെ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ അടിത്തട്ടിൽ ഉറച്ചു നിൽക്കുന്ന വികാരം. ആ ചിട്ടകളിലൂടെ പഠിച്ച പല കാര്യങ്ങളുമാണ് ഇന്നും ഞാൻ നിങ്ങളോട് ഓരോ പ്രാവശ്യവും സംവദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഗംഭീരമായ സദ്യയൊന്നും അന്നത്തെ കാലത്തില്ല, സാധാരണഗതിക്ക് മാത്രമേ ഉള്ളൂ. അതിനുശേഷമാണ് പിന്നെ അത് വലിയ വലിയ സദ്യകളിലെ, കാരണം അന്ന് അതിനുള്ള മാർഗങ്ങളും ഇല്ലായിരുന്നു എന്ന് കൂട്ടിക്കോളൂ. അങ്ങ് വലിയ സമ്പത്തോ ഭയങ്കര സമ്പത്തോ എന്നുള്ള കാലഘട്ടമൊന്നുമല്ല. അപ്പം ചെറിയ രീതിയിലൊക്കെ ആയിരിക്കും അന്നത്തെ കാര്യങ്ങൾ. പക്ഷെ എന്നാൽ പോലും ഈ ഈശ്വരീയ ചിന്തകളിലോ ഈശ്വരീയ
കൃത്യങ്ങളിലോ ഒന്നും ഒരു കുറവും വരുത്താറില്ല. രാവിലെ തലേദിവസം എല്ലാം അമ്മ ഒരുക്കി വെക്കും. ഇവിടെ അമ്മ കംപ്ലീറ്റ്, അന്ന് അമ്മയാണ് ഇതെല്ലാം ഒരുക്കണം, ഇപ്പം ഞാനാണ്. അമ്മ ഇതെല്ലാം ഒരുക്കി വെച്ച് കംപ്ലീറ്റ് സാധനങ്ങളൊക്കെ വെച്ച് അമ്മ വലിയൊരു നിലവിളക്കിനകത്ത് കിഴക്ക് പടിഞ്ഞാറ് 5 തിരിയിടും. കിഴക്ക് പടിഞ്ഞാറുള്ള തിരിയൊക്കെ എടുത്ത് കത്തിച്ച് വെച്ച് അമ്മ രാവിലെ 4 മണിക്ക് വന്ന് അമ്മ തൊഴുത് ബാക്കി വിളക്കൊക്കെ കത്തിച്ച് അമ്മ ഇങ്ങനെ ഓരോരുത്തരെ വന്ന് വിളിച്ച് അമ്മ തന്നെ ഞങ്ങളുടെ കണ്ണ് പൊത്തിക്കൊണ്ട് പോയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ തൊഴിയിപ്പിക്കണേ. തൊഴിച്ച് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഇവിടുത്തെ രീതിയിൽ അച്ഛനും അമ്മയും കൈനീട്ടം തരുന്നുണ്ട്. ആദ്യം അച്ഛനാണ്. അച്ഛൻ ഇതുപോലെ തന്നെ അന്നും ഇന്നും പൈസ നാണയമാണ് ഞങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. നോട്ടുകൾ കൈനീട്ടത്തിൽ ഉൾപ്പെടുത്താറില്ല. കുട്ടികൾക്കൊക്കെ അത് കഴിഞ്ഞ് വെളിച്ചമായി കഴിയുമ്പോൾ കൈനീട്ടമായിട്ട് കൊടുക്കും, ചിലപ്പോൾ രൂപയായിട്ട്. പക്ഷെ ആ ചടങ്ങിൽ നാണയം, സ്വർണം, നെല്ലുവരിയും എന്നുവെച്ചാൽ ഉണക്കലരിയും നെല്ലും കൂടുന്ന അക്ഷതം എന്നാണ് പറയണേ. ഈ കണിക്കൊന്നയുടെ പൂവ് മറ്റ് തുളസിപ്പൂ എല്ലാം കൂടെ കൂട്ടി മന്ത്രം ജപിച്ച് അദ്ദേഹം മന്ത്രം ജപിച്ച് എന്താ പറയണേ, ധാന്യ സമൃദ്ധി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് അത് ഞങ്ങളിലേക്ക് തരും. ഞങ്ങളത് വാങ്ങിച്ച് എന്നിട്ട് അച്ഛനെ തന്നെ ഒരു പ്രദക്ഷിണമൊക്കെ വെച്ച് അച്ഛനെ നമസ്കരിച്ച് ഇത് സാധനം നമ്മൾ പൊന്നുപോലെ സൂക്ഷിക്കുക. അന്നും അതെ പൊന്നുപോലെ സൂക്ഷിച്ച് ഞങ്ങളത് ഞങ്ങളുടെ വർഷാവസാനം ആകുമ്പോൾ മീനമാസമൊക്കെ ആകുമ്പോൾ അത് ഞങ്ങളുടെ തന്നെ പരദേവതാ ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിലിടുകയാണ് സാധാരണഗതിക്ക് ആ നാണയം നമ്മൾ ചെയ്യാറ്. അതുവരെ നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുക. അത് ഞങ്ങളെല്ലാവരും അങ്ങനെയാണ്. അച്ഛൻ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അമ്മ തരും, അമ്മയും വാങ്ങും. അതാണ് കുട്ടിക്കാലത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള വിഷു ദിനത്തിൽ ഉള്ള വിഷു കൈനീട്ടം എന്ന് പറയുന്ന ചടങ്ങ്. ഈ കൈനീട്ടം, വിഷുവിൻ്റെ കൈനീട്ടമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് കുട്ടിക്കാലത്ത് നമ്മൾ അന്ന് പടക്കം പൊട്ടിക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ആ സമയത്ത് ഇതൊന്നും ചെയ്യിപ്പിക്കില്ല. കാരണം ആ സമയത്ത് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ സമയത്ത് ചെയ്യേണ്ട, അതായത് ആ ബ്രാഹ്മമുഹൂർത്തം കടന്നു വരുന്ന സമയത്താണല്ലോ നമ്മൾ ഏകദേശം ഈ വിഷുക്കണി കാണുകയും വിഷു ഒരുക്കുകയും ചെയ്ത്. ആ ബ്രഹ്മമുഹൂർത്തം കഴിഞ്ഞു വന്ന കണ്ട് അതിനുശേഷം പുലർച്ചയ്ക്ക് മുമ്പ് ആ ഉദയസൂര്യൻ എത്തുന്ന സമയം വരെയുള്ള നാമജപാദികൾക്ക് അതിശക്തമായ പ്രാധാന്യമുണ്ടെന്നാണ് അച്ഛനും അമ്മയും പറഞ്ഞിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ആ സമയത്ത് ലഭിക്കുന്ന നാമജപങ്ങൾക്ക് വളരെ കേമത്വമുണ്ട്, ഗംഭീരമാണെന്ന് പറയുന്നത്. അതും ഇതുപോലെയുള്ള വിശിഷ്യ ദിവസങ്ങളിൽ വിശിഷ്യമുള്ള നാമജപങ്ങൾക്ക് പ്രത്യക്ഷമായ ഫലം, അതായത് ഭഗവാൻ ഡയറക്റ്റായിട്ട്, അതായത് തൊട്ടടുത്തിരുന്ന് ഭഗവാൻ കേൾക്കുന്നു, ആ സങ്കല്പം കൂടി ഉണ്ട് അന്നത്തെ ദിവസം. അതുകൊണ്ട് തന്നെ അന്ന് ഈ നാമജപാദികളൊക്കെ അന്നത്തെ കാലത്തും ആ നാമജപാദികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ അന്ന് ഈ പറഞ്ഞ പോലെ ശുദ്ധമാണല്ലോ, വേറെ അശുദ്ധാദികളൊന്നുമില്ല. ഇപ്പം കുളിക്കാതെ ജപിക്കുന്ന നാമങ്ങളൊക്കെ എന്ന് വെച്ചാൽ കുളിച്ചിട്ടും കുളിക്കാതെ നമുക്ക് ജപിക്കാൻ പറ്റുന്ന ഇതൊക്കെയാണ് അന്ന് ജപിക്കുക. പിന്നെ കുളി കഴിഞ്ഞാൽ നേരെ തൃക്കയിലേക്ക് പോകണം, കൃഷ്ണനെ കാണണം. കാരണം കൃഷ്ണൻ വടക്കൻ പാലക്കുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കൃഷ്ണനാണ്. കൃഷ്ണനെ കണ്ടു തൊഴുക, തിരിച്ചു വരിക, അങ്ങനെ ആണ് അത്. അതിപ്പം നിലവിൽ കാലാന്തരങ്ങൾക്കൊക്കെ വ്യത്യാസങ്ങൾ വന്നു. നമ്മൾ കണി വൈകുന്നേരം ഞാൻ ഒരുക്കി ഇതെല്ലാം റെഡിയാക്കി വിളക്ക് കത്തിച്ച് വെക്കണം, രാവിലെ തൊഴും. ഇപ്പം നമ്മൾ അത് കഴിഞ്ഞാൽ നാരായണീയം ഭഗവാനെ നമസ്കരിച്ച് നാരായണീയത്തിൻ്റെ വായിക്കും. അതുപോലെ തന്നെ ഭാഗവതം കുറച്ച് വായിക്കും. വിഷ്ണു ഭുജംഗം എന്ന് പറഞ്ഞ കീർത്തനുണ്ട്, അത് ജപിക്കും. അതിനൊക്കെ ശേഷം നമ്മൾ തേവാരമൊക്കെ കഴിഞ്ഞ് സന്ധ്യാവന്ദനാദികളൊക്കെ കഴിഞ്ഞ് ഭഗവാനെയൊക്കെ തൊഴുത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ കാപ്പി കുടിക്കണം അങ്ങനെയുള്ള ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വിശപ്പിനെ സഹിക്കാവുന്നതും അതിജീവിക്കുന്നതായതുകൊണ്ട് ഏകദേശം പരമാവധി വിഷുവിൻ്റെ അന്ന് ഒരു വിഷ്ണു പൂജ കഴിക്കും. ഇത് കൂടാതെ പത്മമിട്ടില്ലാത്തൊരു വിഷ്ണു പൂജയൊക്കെ കഴിക്കും. അത് കേമമായിട്ട് തന്നെ കഴിക്കും. നമ്മൾ ഒരു എന്താ പറയുക, ഒരു 12,000 നാരായണനാമം കൊണ്ട് അർച്ചനയൊക്കെ ചെയ്ത് അത് ഏകദേശം ഉച്ചയാവും തീരുമ്പം. അതൊക്കെ കഴിഞ്ഞ് ആണ് ആ പ്രസാദം കഴിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നത്. കാരണം നമ്മൾ അച്ഛനും അമ്മയും പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സാമ്പത്തികപരമായി നിൽക്കുന്ന ഐശ്വര്യത്തിൻ്റെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിന് അല്ലെങ്കിൽ കാർഷിക വിളകൾ, ഞങ്ങൾ കൃഷിക്കാരും കൂടി ആയതുകൊണ്ട് കാർഷിക വിളകളുടെ നല്ല ഉയർച്ചയ്ക്ക്, നല്ല വിളകൾ ഉണ്ടാവാൻ, ഫലഭൂയിഷ്ടമായ മണ്ണ് നമുക്ക് അനുഗ്രഹം തരാൻ നമ്മൾ മണ്ണിനെയും ജലത്തിനെയും പ്രകൃതിയെയും ഈശ്വരന്മാരായിട്ടാണ് സങ്കല്പിക്കുന്നത്. അപ്പോൾ ആ ഈശ്വരാനുഗ്രഹം കൊണ്ട് മണ്ണ് പ്രസാദിച്ച് നല്ല വിളകൾ തരാനായിട്ടും പ്രകൃതി പ്രസാദിച്ച് നല്ല മഴ കിട്ടാനും ദേവത പ്രസാദിച്ച് നല്ല ജലം കിട്ടാനും ഒക്കെ പ്രാർത്ഥിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ
ഒരു വർഷത്തെ ഐശ്വര്യം നിലനിൽക്കും. ഒരു വർഷം നമുക്ക് ഉയർച്ചയുണ്ടാവും, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഉയർച്ചയുണ്ടാവും. അങ്ങനെയുള്ളൊരു സിദ്ധാന്തം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഐതിഹ്യത്തെ വളരെ പിടിമുറുക്കിയാണ് ഓരോ വിഷുവും ഞങ്ങളിലൂടെ കടന്നു പോകാറ്. ഇപ്പോൾ നിലവിൽ ഈ കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ അച്ഛൻ തരുന്ന ആ നാണയം ഞാൻ എൻ്റെ കവടി സഞ്ചിയിലാണ് സൂക്ഷിക്കുന്നത്. കവടി എന്ന് പറയുന്ന സാധനം, രാശി വയ്ക്കുന്ന കവടി വയ്ക്കുന്ന സഞ്ചി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ശുദ്ധമായി ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ ദിവസവും പാല് കൊണ്ട് കഴുകുന്ന, എല്ലാ ദിവസവും പച്ചവെള്ളത്തിലും പാലിലും ചാണകത്തിലും കഴുകി വളരെ ശുദ്ധമായി ഉപയോഗിക്കുന്നതാണ് രാശി വയ്ക്കുന്ന കവടി. ആ രാശി വയ്ക്കുന്ന കവടിയുടെ കൂടെ തന്നെയാണ് ഞാൻ ആ കൈനീട്ടമായി കിട്ടുന്ന നാണയവും സൂക്ഷിക്കുന്നത്. അത് അടുത്ത ഒരു വർഷം വരെ സൂക്ഷിക്കും. ഒരു വർഷമാകുമ്പോൾ അത് പരദേവതയ്ക്ക് കൊടുക്കും. അത് കഴിഞ്ഞ് പുതിയ നാണയം വീണ്ടും അതിനകത്ത് നിക്ഷേപിക്കും. ഇതാണ്, അതായത് എൻ്റെ ഒരു ഈശ്വരനായിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു ലക്ഷ്മിയായിട്ട്, അല്ലെങ്കിൽ എൻ്റെ എല്ലാമെല്ലാമായി നിൽക്കുന്ന ഞാൻ കണക്കാക്കുന്ന ആ കവടി പോലെ തന്നെയാണ് ആ നാണയവും. എൻ്റെ ഭഗവാനായിട്ടാണ് ഞാൻ ആ നാണയത്തെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൈനീട്ടത്തിനൊക്കെ ഇത്ര പ്രാധാന്യം നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതാ ഞാൻ കൈനീട്ടത്തെക്കുറിച്ച് നിങ്ങളോടും പറഞ്ഞത്. അത്ര കേമമായിട്ടാണ് അത് നടക്കണേ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ നാണയം നമ്മൾ സൂക്ഷിക്കുന്നു. അതുപോലെ ജപാദികൾക്ക് വൈകുന്നേരം ആണെങ്കിലും ഭഗവാനെ സ്മരിച്ചുകൊണ്ടുള്ള ജപാദികൾക്ക്, അത് ഞാൻ എന്നല്ല, ഞങ്ങളുടെ എല്ലാ ശുദ്ധമുള്ള എല്ലാവരും, ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ഇരുന്നുള്ള കൂട്ടമായ നാമജപം. അത് നിങ്ങളും അങ്ങനെ തന്നെ അനുവർത്തിക്കുന്നത് നല്ലതാണ്. വൈകുന്നേരങ്ങളിൽ അന്ന് സന്ധ്യയ്ക്ക് ഈ മേടമാസത്തിലെ ഈ വിഷുദിനത്തിൽ വൈകുന്നേരം എല്ലാവരും കൂടി ഇരുന്നുള്ള നാമജപാദികളൊക്കെ ചെയ്യുന്നത് ഒരുപാട് ഐശ്വര്യമാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോഴും പറയാറുണ്ട്, ഏറ്റവും ഈശ്വരന്മാർ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്ന ചില ദിനങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ ഈശ്വരന്മാർ പൂർണ്ണമായ അനുഗ്രഹകലം നിറഞ്ഞു നിൽക്കുന്ന ചില ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ 99.9 എന്നല്ല 100 മുകളിലേക്കാണ് അതിൻ്റെ ഫലം കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് വിഷുദിനത്തിലെ വൈകുന്നേരങ്ങളിലെ നാമജപാദികൾക്കൊക്കെ വളരെ കേമത്താണ്. ഒരു 5-5:30 ആകുമ്പോൾ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു 7:30 വരെയുള്ള നാമജപാദികൾക്ക് എല്ലാം വൈഷ്ണവായിട്ടുള്ള നാമജപാദികളാണ് കൂടുതലായി നടത്തുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ പെയിൻ കില്ലർ പോലെ കഴിച്ചാൽ അപ്പോൾ വേദന മാറുന്ന ഒരു അവസ്ഥയല്ല, അല്ലെങ്കിൽ സ്വിച്ച് ഇട്ട ബൾബ് കത്തുന്ന പോലെയല്ല. നമ്മളൊരു വേനൽക്കാലത്തൊരു ചെടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിങ്ങനെ വെള്ളം ഒഴിച്ച് വളയിട്ട്, വെള്ളം ഒഴിച്ച് വളയിട്ട്, വെള്ളം ഒഴിച്ച് വളവിട്ട് അതിങ്ങനെ പതുക്കെ 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 വളർന്ന് ചിലപ്പോൾ അടുത്ത മഴക്കാലത്തായിരിക്കും ആ ചെടി പുഷ്പിണിയാവണേ. ആ പുഷ്പിണിയാകുന്ന ആ ഒരു നിമിഷം വരെ അതിന് നമ്മൾ വെള്ളവും വളവും ഒക്കെ ഒഴിച്ച് വൃത്യമായി പരിപാലിച്ചാൽ മാത്രമാണ് ആ ചെടി വളരുകയുള്ളൂ. ഇനി പുഷ്പിണിയായി ഇനി വെള്ളം ഒഴിക്കേണ്ടെന്ന് വെച്ചാലും കരിഞ്ഞു പോകും. ആ ചെടി എത്ര കാലം നിലനിൽക്കുമോ അത്രയും കാലം അതിന് വെള്ളവും വളവും ഒഴിക്കുന്ന പോലെ ഓരോ മനുഷ്യ ജന്മങ്ങളും ഈശ്വരചിന്തയിൽ നമ്മൾ അധിഷ്ഠിതമായി വെള്ളമാകുന്ന ഈശ്വരചിന്തയും നാമജപമാകുന്ന വളവും ഈശ്വര ദർശനമാകുന്ന കൂട്ടായ്മയും കൂടെ ചേരുമ്പോഴാണ് ഒരു മനുഷ്യജന്മം പൂർത്തിയാകുന്നത്. ആ മനുഷ്യജന്മത്തിൽ ചെയ്യേണ്ട ഏതൊരു വിഷയത്തെയും നമുക്കതിനെ കടന്നു പോകണമെങ്കിൽ, ആ സംഭവങ്ങളെ നമുക്ക് പരിവർത്തനം ചെയ്യണമെങ്കിൽ, നമ്മൾ ഐശ്വര്യത്തിലേക്ക് കടക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സുഹൃതത്തിലേക്ക് വരണമെങ്കിൽ, നമ്മൾക്ക് ഈ പറയുന്ന നാമജപവും അല്ലെങ്കിൽ ഈശ്വര ദർശനവും ഈശ്വര ചിന്തയും കൂടിയ ഒരു കൂടിയ ഒരു അവസ്ഥയുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ യഥാർത്ഥമായി നിൽക്കുന്ന പരിവർത്തനങ്ങൾ നടക്കണം. ആ പരിവർത്തനത്തിലേക്കുള്ള യാത്രയാണ് ഓരോ മനുഷ്യജന്മവും. ആ പരിവർത്തനത്തിലൂടെയാണ് നമ്മൾ ജനിച്ചതിൽ നിന്ന് വളരുന്നത്, നമ്മുടെ സാമ്പത്തിക അവസ്ഥ ഉയരുന്നത്, നമ്മുടെ സൽക്കർമ്മങ്ങളിലൂടെ നമ്മൾ നല്ല പേരുകൾ നേടുന്നത്, പ്രാർത്ഥനയിലൂടെ നമുക്ക് നല്ല സന്തതി പരമ്പര ഉണ്ടാകുന്നത്. അങ്ങനെ എല്ലാ ഐശ്വര്യവും നമ്മളിലേക്ക് ലഭിക്കുന്നത് ഈശ്വരൻ എന്ന് പറയുന്ന ആ അദൃശ്യമായി നിൽക്കുന്ന സാന്നിധ്യം ദൃശ്യമായ അനുഭവമാണ്. ദൃശ്യമായ അനുഭവം തന്നെയാണ്. എപ്രകാരമാണോ നമ്മളൊരു ചെടിയെ പരിപാലിക്കുന്നത് അപ്രകാരം മനുഷ്യജീവിതത്തെ പരിവർത്തനം ചെയ്യുമ്പോൾ ആ കിട്ടുന്ന വെള്ളവും വളവും പോലെ, ആ ചെടിയുടെ അവസാനം വരെ നമ്മൾ ഒഴിക്കുന്ന വെള്ളം പോലെ, നമ്മുടെ അവസാന കാലഘട്ടം വരെ നമ്മൾ ജപിക്കുന്ന ഓരോ നാമജപവും ഓരോ യതളുകളായി നമുക്ക് വിടർന്നുകൊണ്ടിരിക്കണം. അത് ചിലപ്പോൾ നല്ല പരമ്പരയായിട്ടാവാം,
നല്ല ജോലിയായിട്ടാവാം, നല്ല വിദ്യയായിട്ടാവാം, നല്ല പൊസിഷനാവാം, നല്ല രാഷ്ട്രീയ ഭാവിയാവാം, നല്ല സിനിമ മേഖലയുള്ള ഭാവിയാവാം, കലാപര രംഗത്തായ കഴിവുകളാവാം. ഏത് കഴിവുകളാണോ ആ ഭഗവാൻ നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത്, ആ തരാൻ ആഗ്രഹിക്കുന്ന കഴിവുകൾ നമുക്ക് നിറച്ചു തന്ന് നമ്മളെ വളർത്തി വലുതാക്കുന്നു. നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ: മനസ്സറിഞ്ഞ നാമജപം, മനസ്സറിഞ്ഞ ദർശനം, മനസ്സറിഞ്ഞ് ദൈവത്തെ നിറച്ചുള്ള ജീവിതശൈലി. ഇത് മൂന്നും നമ്മളിലേക്ക് കൊണ്ടുവരിക. എന്നെ ഒരു വിഷുദിനത്തിൽ നിന്നല്ല, എല്ലാ ദിവസവും മാതാപിതാക്കൾ എപ്രകാരമാണോ ശീലിപ്പിച്ചത് അപ്രകാരം നമ്മളെല്ലാവരും കൂടുന്ന ഈ സമൂഹം നമ്മുടെ മക്കളിലേക്ക് അധിവേശിപ്പിക്കേണ്ട ഈ വെള്ളവും വളവുമായ നാമജപവും അല്ലെങ്കിൽ ഈശ്വര ദർശനവും അവർക്ക് വളക്കൂറായി കഴിയുമ്പോൾ അവർക്ക് ലഭിക്കാൻ പോകുന്ന, കിട്ടാൻ പോകുന്ന അത്യുംഗ ശൃംഗത്തിലുള്ള ഏറ്റവും മഹത്തരമായ ഒരു ഭാവിയാണ് അതിലൂടെ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വിശേഷ ദിവസങ്ങളായാലും, എല്ലാ വിശിഷ്യ ഉണ്ടാവുന്ന അനുഭവങ്ങളാണെങ്കിലും, ആ വിശിഷ്യ അനുഭവങ്ങൾ സുഖോപത്തിലേക്ക് മാറണമെങ്കിൽ, സുഖകരമാകണമെങ്കിൽ, സുഹൃതകരമാകണമെങ്കിൽ, അല്ലെങ്കിൽ ഐശ്വര്യപ്രദമാകണമെങ്കിൽ അവിടെ ഒന്നിനു മാത്രമേ പ്രസക്തിയുള്ളൂ: ഈശ്വരൻ, ഭഗവാൻ. സർവചരാചരങ്ങളെയും നമ്മളെ നിയന്ത്രിക്കുന്ന, സർവചരാചരങ്ങളുടെയും അധിപനായി നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ മനസ്സിലെ ചിന്തകളെയും നിയന്ത്രിക്കുന്ന, ചിന്തകൾക്കനുസരിച്ച് ജീവിതം രൂപപ്പെടുത്തുന്ന, നന്മയിലേക്ക് രൂപപ്പെടുന്ന ആ ശക്തിയെ നമ്മൾ ഈശ്വരൻ എന്ന് വിളിച്ചാൽ ആ ഈശ്വരനെ സേവിക്കുക. എങ്ങനെ സേവിക്കണം? നിർമ്മലമായ മനസ്സുകൊണ്ട് സ്നേഹിക്കുക, നിർമ്മലമായ ഭക്തി കൊണ്ട് സ്നേഹിക്കുക, നിർമ്മലമായ ചിന്തകൾ കൊണ്ട് സ്നേഹിക്കുക, നിർമ്മലമായി നിൽക്കുന്ന പ്രാർത്ഥനകൾ, നാമജപാതി കൊണ്ട് സ്നേഹിക്കുക. എപ്പോഴും നമ്മൾ നിർദ്ദേശിക്കേണ്ടത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു വാക്കിനും നമ്മൾ ചെവി കൊടുക്കാതെ, ആ വാക്കുകൾ നല്ലതും ചീത്തയുമായി നിൽക്കുന്ന എത്ര ഗോചരങ്ങൾ നമ്മളെ ഇകഴ്ത്താനും പുകഴ്ത്താനും ഉണ്ടായാലും, ഇകഴ്ത്തിയാൽ തളരാനോ പുകഴ്ത്തിയ മനസ്സുകൊണ്ട് ഉയരാനോ നിൽക്കാതെ ഈശ്വരൻ്റെ നിശ്ചയമാണ് എല്ലാം എന്ന് തിരിച്ച് ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ സന്തോഷത്തെയും സങ്കടത്തെയും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമാണെന്ന് തിരിച്ചുകൊണ്ട് നമ്മൾ ഈശ്വര നാമജപത്തിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാത്ത അത്രയും ഉന്നതമായി നിൽക്കുന്ന ഐശ്വര്യത്തിലേക്കായിരിക്കും. അതുകൊണ്ട് കൈപ്പകശ്ശേരിയിലെ വിഷു മാത്രമല്ല, ലോകത്തുള്ള എല്ലാ വിശേഷ ദിവസങ്ങളായാലും, എൻ്റെ അവസ്ഥയായാലും മറ്റുള്ളൊരവസ്ഥയായാലും ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ള വഴികളാണ് ഓരോ വിശേഷ അവസരങ്ങളും. ഭഗവാനെ തിരിച്ചറിയാനുള്ള ഓരോ അവസരങ്ങളാണ് ഓരോ വിശേഷ ദിനങ്ങളും. ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാൻ കിട്ടുന്ന അവസരങ്ങളാണ് ഓരോ വിശേഷ ദിവസങ്ങളും. അതുകൊണ്ട് ഒരു വിശേഷ ദിവസവും നമുക്ക് അന്യമല്ല, ഒരു വിശേഷ ദിവസവും നമുക്ക് അകലെയല്ല. എല്ലാം നമ്മൾക്ക് നമ്മളെ തിരിച്ചറിയാൻ, നമ്മളുടെ നന്മയും തിന്മയും തിരിച്ചറിയാൻ, തിന്മയെ വിദൂരതയിലേക്ക് മാറ്റി നന്മ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഏറ്റവും മഹത്തരമായി നിൽക്കുന്ന കർമ്മമാണ് ഈശ്വര സേവ. ആ ഈശ്വര സേവയിൽ ചെയ്യുന്ന മാധവ സേവ, മനുഷ്യൻ്റെ ദുഃഖങ്ങളറിയുക, മനുഷ്യൻ്റെ വിഷമങ്ങളറിയുക, കുടുംബത്തിൻ്റെ ദുഃഖങ്ങളറിയുക, കുടുംബ വിഷമങ്ങളറിയുക, ഈശ്വരന്മാരെ തിരിച്ചറിയുക, നല്ല ചിന്തയിലൂടെ ജീവിക്കുക, നല്ലത് സംസാരിക്കുക, നല്ലത് പറയുക. ന അക്ഷരം നാസ്തി മന്ത്ര എന്ന് പറഞ്ഞ പോലെ തെറ്റുകൾ പറയാതിരിക്കുക, നല്ല നാമങ്ങൾ ജപിക്കുക, നല്ല ദർശനങ്ങൾ നടത്തുക. ലോകം മുഴുവൻ, ലോകത്തുള്ള സകല മനുഷ്യർക്കും മൃഗങ്ങൾക്കും പ്രകൃതിയിലെ വൃക്ഷങ്ങൾക്കും എല്ലാവർക്കും നന്മ വരാൻ പ്രാർത്ഥിക്കാൻ കിട്ടുന്ന ഓരോ അവസരവും കളയാതിരിക്കുക. അങ്ങനെയാണ് നമ്മൾക്കും നാടിനും നാട്ടാർക്കും നാട്ടിലെ പ്രഭുക്കന്മാർക്കും പാവപ്പെട്ടവർക്കും നാട്ടിലെ ഭരണാധികാരികൾക്കും സകല ആൾക്കാർക്കും ഐശ്വര്യം നിറഞ്ഞ ഒരു കാലവും വളരെ സന്തുഷ്ടമായി നിൽക്കുന്ന സമ്പന്നമായി നിൽക്കുന്ന ഒരു സമൂഹം സൃഷ്ടിക്കപ്പെടണം എന്നുള്ള ചിന്ത മാത്രം നമ്മൾ നിരീക്ഷിച്ചാൽ മതി. ബാക്കി ഭഗവാൻ എല്ലാം തന്നുകൊള്ളും. ആ ഭഗവാനിലുള്ള അർപ്പിതമായ വിശ്വാസത്തെ ഒരിക്കലും മാറ്റാതെ അതിനെ അചഞ്ചലമായി നിൽക്കുന്ന ഭക്തിയായി പിടിച്ചു നിർത്തിക്കൊണ്ട് നമ്മൾ ചിന്തകളെ ഏകീകരിക്കുക, ചിന്തകളെ ഭഗവാനിലേക്ക് ലയിപ്പിക്കുക, ഭഗവാന്റെ ചിന്തകളെ നമ്മളിലേക്ക് ഉപവസിപ്പിക്കുക. ഇത്രയും മാത്രം ചെയ്താൽ മതി. ഇതാണ് ഏറ്റവും വലിയൊരു ഭക്തൻ്റെ കർമ്മം. ഇതാണ് എൻ്റെ അച്ഛനും അമ്മയും ഓരോ ഓണത്തിനായാലും വിഷുവിനായാലും എന്താ പറയണേ, നവരാത്രിക്കാലത്താണേലും ഭഗവാനെ അറിയാനാണ് പറഞ്ഞേക്കണേ, ഭഗവാനെ അറിഞ്ഞ് ചെയ്യാനാണ് പഠിപ്പിച്ചേക്കണേ. അതുതന്നെയാണ് ഞാൻ ചെയ്യുന്നതും നിങ്ങൾ ഓരോരുത്തരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും. അങ്ങനെയാണ് നമ്മളെല്ലാവരും വേണ്ടത്. അത്ര വലിയ വിഭവസമൃദ്ധമായി നിൽക്കുന്നൊരു
ഇതൊന്നും പറയാനില്ലെങ്കിൽ പോലും എൻ്റെ ഒരു വിഷു മാത്രമല്ല, എല്ലാവരുടെയും വിഷു ഒരുപോലെയാണ്, എല്ലാവരുടെയും പ്രാർത്ഥന ഒരുപോലെയാണ്. അതിനകത്ത് ജാതി മത ഭേദമൊന്നുമില്ല. പ്രാർത്ഥനയൊക്കെ ഈശ്വരൻ്റെ ഒരുപോലെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ ആഘോഷിച്ചു എന്നല്ല ചിന്തിക്കേണ്ടത്, എങ്ങനെ എത്ര എനിക്ക് ഭഗവാനെ അറിയാൻ സാധിച്ചു എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് ഓരോ കാൽവെൽപ്പും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് വെക്കാൻ സാധിച്ചെന്നുള്ള ഒരു നിർമ്മലമായ മനസ്സിലൂടെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. തിരുമേനി, നമ്മുടെ ബാല്യകാലത്ത് ഇത്തരം വിശേഷ ദിവസങ്ങളിൽ നമ്മൾ കാത്തിരിക്കുന്ന ചില പ്രത്യേക സന്തോഷങ്ങളുണ്ട്. അതായത് ഓണത്തിന് ഓണസദ്യ പോലെ, പൂക്കളം, പായസം, ഓണക്കോടി, അതുപോലെ ഓണത്തിന് നമ്മൾ കുട്ടികൾ കാത്തിരിക്കുന്ന ചില പ്രത്യേക സന്തോഷങ്ങളുണ്ട്. തിരുമേനിയുടെ ബാല്യകാലത്ത് വിഷുദിനത്തിൽ കാത്തിരുന്ന ആ പ്രത്യേക സന്തോഷം അതെന്തായിരുന്നു? അതുകൂടാതെ ആ സന്തോഷം തന്നെ ഇന്നത്തെ തലമുറയിലേക്കായപ്പോൾ, അതായത് തിരുമേനിയുടെ മക്കളിലേക്ക് വന്നപ്പോൾ ആ സന്തോഷത്തിന് എന്ത് വ്യത്യാസമാണ് വന്നത്? അതേക്കുറിച്ചും കൂടി ഒന്ന് സംസാരിക്കാമോ? എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഈ പറയണ പോലെ, ഇന്നത്തെ നമ്മളിപ്പോൾ എൻ്റെ മക്കളായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞാൽ അതിൽ നിന്ന് ഒരു വരയില്ലാതെ അനുസരിക്കാനുള്ള ബാധ്യസ്ഥതയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് നമ്മൾ അവരെന്ത് പറയണോ അത് ചെയ്യുന്നു, അതിനകത്ത് ജീവിക്കുന്നു. സന്തോഷം എന്ന് പറഞ്ഞാൽ ആകെ കുട്ടിക്കാലത്തെ സന്തോഷത്തിൽ ഇഷ്ടം പോലെ വിഷ്കൈനീട്ടം കിട്ടും. പല സ്ഥലങ്ങളിൽ നിന്ന് പല ആൾക്കാരും, ബന്ധുമിത്രാദികളും മൂത്ത ആൾക്കാരും ഒക്കെ വിഷ്കൈനീട്ടം തരും. അതൊരു സന്തോഷം തന്നെയായിരുന്നു. പിന്നെ സദ്യ അങ്ങനെ അത്ര കേമായിട്ടെന്നൊരു ആഘോഷം അങ്ങനെയൊന്നുമില്ല കുട്ടിക്കാലത്ത്. എന്നാൽ ഉണ്ട്, പക്ഷെ അതൊന്നും അത്ര വലിയ അന്ന് അത്ര ചിന്തയൊന്നുമില്ല. ഭക്ഷണത്തിനോടൊന്നും അത്ര ചിന്തയില്ല. പക്ഷെ പൈസ കിട്ടുക, ഈ എന്താ പറയുക, വിഷ്കനീട്ടം കിട്ടുന്ന ഒരവസ്ഥ. ഇന്നത്തെ കാലത്തെ കുട്ടികളോട് നമ്മൾ ഇതുപോലെ ചെയ്യാൻ പറയുമ്പോൾ ഇത് പോരെ അച്ഛാ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് പല മക്കളും അങ്ങനെയാണ്. അപ്പോൾ അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യിപ്പിക്കുന്നതിന് നമ്മൾ കുറച്ച് കഷ്ടപ്പെടാറുണ്ട്. അല്ലെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യിപ്പിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. പണ്ട് അങ്ങനെയല്ല, ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്തേ പറ്റൂ. അവിടെ ഒരു അതർ ക്വസ്റ്റ്യൻ ഇല്ല, വേറൊരു ക്വസ്റ്റ്യൻ ഇല്ല. ശരിക്കും കുട്ടിക്കാലത്തെ അത്രയ്ക്കും എന്താ പറയുക, ചിട്ടയൊക്കെ മനസ്സിനകത്ത് ഏകാഗ്രതയൊക്കെ ഇന്നത്തെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. അത്രയ്ക്ക് ഉണ്ടാവണമെന്നില്ല. പിന്നെ തിരുമേനി, അന്നൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് വിഷു കൈനീട്ടം കിട്ടുമ്പോഴാണ് നമുക്കൊരു പോക്കറ്റ് മണി ആകെ കിട്ടുന്നത്. ഇന്നത്തെ കുട്ടികൾക്ക് എന്ന് വെച്ച് കഴിയുമ്പോൾ കയ്യിൽ പൈസ, വിഷു കൈനീട്ടം വേണമെന്നില്ല, അല്ലാണ്ട് ചോദിക്കുമ്പോൾ പൈസ ഉണ്ട് അവരുടെ കയ്യിൽ. അതുകൊണ്ട് അവർ അതിനൊരു വലിയൊരു വില കൊടുക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഇന്നത്തെ കാലത്ത് 8ാം ക്ലാസ്സിലെ കുട്ടിക്കും ഗൂഗിൾ പേ ഉള്ള കാലഘട്ടം. അതെ അതെ. ഇന്നത്തെ കാലത്ത് വിഷ്കൈനീട്ടം പോലും നമ്മൾ ഈ കുട്ടിക്ക് അടുത്തൊരു വർഷം ഐശ്വര്യം ആകട്ടെ എന്നും പറഞ്ഞ് 2 കൈ നീട്ടി നമ്മൾ വാങ്ങിച്ചിട്ട് ആ തന്നയാക്കടെ കാല് 2 തൊട്ട് നമസ്കരിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി നിനക്ക് 101 രൂപ ഞാൻ വിഷ്കൈനീട്ടം ഇട്ടുണ്ട്, ഗൂഗിൾ പേ ഇട്ടുണ്ടെന്ന് പറയുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറിയപ്പോൾ അതിനകത്തുള്ള ആ ആധ്യാത്മികത, അതിനകത്ത് ദൈവികമായി നിൽക്കുന്ന ഒരു സംരക്ഷണം, അത് പലപ്പോഴും കാലഘട്ടത്തിൻ്റെ യാത്രയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് സംശയമില്ല. മനോഹരങ്ങളായ വിഷുദിന ഓർമ്മകൾ തിരുമേനി നമ്മോട് പങ്കുവച്ചു. എല്ലാവർക്കും വിഷുദിന ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം.